നമ്മളിത് ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. കയറിയത് മേളിലെത്തി. എന്തായാലും ഉണ്ട്, അത് നല്ല പച്ചപ്പും മഴയും കോടമഞ്ഞും ഒക്കെ ആയിരുന്നു. ഞാൻ എത്ര ഓടിച്ചു. ഇപ്പോൾ വണ്ടി അങ്ങോട്ട് മാറി, അവനും കയറി. ഇത് നമുക്ക് അങ്ങോട്ട് പോകാം. എനിക്ക് എല്ലാ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ലല്ലോ. ഇനിയിപ്പോൾ എന്തായാലും പോവാം. കയറാം, വണ്ടി ഇട് കേട്ടോ. മൊത്തം വീണ്ടും മഴ പെയ്യാൻ തുടങ്ങി. അതാ പ്രശ്നം. വീഡിയോ എടുക്കാൻ തുടങ്ങും മഴ പെയ്യും, വീഡിയോ എടുക്കാൻ തുടങ്ങും മഴ പെയ്യും. അതുകൊണ്ടത് ഇപ്പം തേയിലത്തോട്ടത്തിനുള്ളിലൂടെ വന്നു, ടീ ഫാക്ടറി. നല്ല തണുപ്പ്. എനിക്ക് തണുത്തിട്ട് ഇത്ര നേരം ഇരിക്കാൻ Right. Head east meters, making you done. Making you done. അവിടെ അങ്ങത് കോടമഞ്ഞുണ്ടോ? അങ്ങനെ ഉണ്ടാടാ. ഇത് ഫ്രണ്ട് നോക്ക്, അവിടെ കോടമഞ്ഞുണ്ടാ. അവിടെ കണ്ടുപോലെ ഇത് റോഡിലെല്ലാം കാണാൻ പറ്റാത്ത രീതിയിൽ കോടമഞ്ഞുണ്ടായിരുന്നു. തണുത്തിട്ട് എൻ്റെ പല്ല് വരെ വേദനയുണ്ട്. പിന്നെ വേണേ കാശ്മീരൊക്കെ പോകുമ്പോൾ എന്തോ ലഡാക്ക് ഇതൊക്കെ പോകണം. ഇതോ അങ്ങനെണ്ടാ പോടാ. ഇത് ഭയങ്കര കാറ്റല്ലേടാ നടക്കുന്നത്. നമ്മളിത് ഇതുവഴി ഇനി മേളോട്ട് കയറുക. ഫസ്റ്റിലിട്ട് കയറാം. അതെല്ലാം നല്ല വെള്ളം കുത്തൻ. In 150 meters, turn left. Turn left, then making you done. നമ്മളിപ്പോൾ പരുന്തുംപാറയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് യാസിനെ റൈഡ്? ഉണ്ണിക്കണ്ണനുമായിട്ടുള്ള ട്രാവലിങ് കേൾക്കുന്നില്ല. ഇപ്പുറത്തോട്ട് നീ അതിൻ്റെ കീഴിൽ കൂടെ പോകാം. ഇവിടെ കണ്ട തേയിലത്തോട്ടം. ഞാൻ ഫോണിൻ്റെ കവർ ഊരി, കാരണം ഇതിനകത്ത് വെള്ളം നിൽക്കും. അതുകൊണ്ട് ഞാനത് മാറ്റിയിട്ട് അല്ലാതെ പിടിച്ചാൽ വീഡിയോ എടുക്കും. നമ്മൾ അവിടുന്ന് ഒരു ബൂസ്റ്റൊക്കെ കുടിച്ചായിരുന്നു. ബൂസ്റ്റും എന്താണടാ ലേസിൻ്റെ പേരെന്താ? അല്ല ഞാനല്ല അപ്പുക്കായ ബൂസ്റ്റ് കുടിച്ചത്. അവൻ എന്നെ പറഞ്ഞ അതല്ല. ഞാൻ ബൂസ്റ്റ് കുടിച്ച്, നീ മറ്റേ കഴിച്ചേണ്ട അതിൻ്റെ പേരെന്താ പറഞ്ഞ എരിവുള്ള എന്തോ ഒരു സാധനം അല്ലേ? ഗിയർ ഡൗൺ ചെയ്യും. തണുപ്പ് കൂടിയല്ലേ, നന്നായിട്ട് തണുക്കുന്നു. നിനക്ക് തണുക്കുന്നില്ല? ഇതെന്താ
ഏകദേശം എത്താറായി. ഇനി കുറച്ചുകൂടെ വന്നതിൻ്റെ ബാക്കിയും കൂടെ ഉള്ളുന്നില്ലേ അല്ലേടാ, ഇനി വന്നതിൻ്റെ ബാക്കിയും കൂടെ ഉള്ളു. ഇല്ല വിട്, എത്തിയില്ല കൂട്ട്. ചുറ്റൊന്ന് കയറണം. ടോപ്പിലെത്തി. എൻ്റെ മൂക്കൊക്കെ ഇറക്കണം. നമ്മളിത് അങ്ങനെ ടോപ്പിലെത്തിയത്. ഇവിടൊക്കെ കോടണ്ടാ ദോഷണ്ട തണുക്കുന്നത്. ആളെല്ലാം കോട, ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെ ടോപ്പിലെത്തി. ഇവിടെ കടകളൊന്നും വലിയായിട്ടൊന്നും തുറക്കുന്ന കണ്ടില്ല. ഇതൊക്കെ അപ്പുറത്താണ്, അപ്പുറത്തെ എല്ലാം വരുത്തേക്കാം. ഇവിടെ എല്ലാം കോടയാടാ. കേട്ടിട്ടുണ്ട്. അന്ന് നമ്മൾ ദുൽദുലുമായിട്ട് ഇവിടെ വന്നത് ഇവിടെ നിർത്തുന്നു. അന്ന് അവിടെ നിർത്തതേ. അന്ന് ഞാൻ ഈ പോസ്റ്റിൽ ഇവിടെ നമ്മുടെ ദുൽദുലിനെ കൊണ്ട് നിർത്തി ഇവിടെ എല്ലാം പോയി. ഇവിടെ ആദ്യം ഒരു ടൈം വന്നായിരുന്നു. അപ്പം ഇവിടെ എന്തുവാ മഴയില്ല, പക്ഷെ കോട് ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ വന്നപ്പം മൊത്തം വെയിൽ സമയത്താണ് വന്നത്. അന്ന് പിന്നെ നമ്മൾ യൂട്യൂബ് ചാനലൊന്നും ഇല്ലായിരുന്നു, അല്ലാതെ വന്നത്. വണ്ടി അവിടെ വെച്ച് നോക്കണേ, വീഴുമോ നോക്കണേ, കറക്റ്റ് വെച്ചിട്ട് ഇറങ്ങാനുള്ള. പക്ഷേ നമ്മളെവിടെ എത്തിയപ്പോൾ മലമുകളിലോ? ഇത് പരുന്തുംപാറ. ഫോൺ അതിനകത്തിരിപ്പുണ്ട്, അതിനകത്തിരിക്കുന്നു ഫോണ് ഇതെല്ലാം. നമ്മുടെ അങ്ങനെ ഉണ്ണിക്കണ്ണനും ഉണ്ണിക്കണ്ണൻ ഇവിടെ ഫസ്റ്റ് ആയിട്ടാണ്. ഇവിടെ അങ്ങനെ വന്നിട്ടില്ല. ഉണ്ണിക്കണ്ണൻ ഇപ്പോഴല്ലേ യാത്ര ചെയ്യാൻ. ഇപ്പം 3-4 യാത്രയേ ആയുള്ളൂ അതിനകത്ത് തുടങ്ങിയിട്ട്. മറ്റേത് മൊത്തം ദുൽദുലിനകത്താണ്. എന്തുവാടാ? അത് നീ വെച്ചോ, അതെൻ്റെ വെക്കാം. അതെടുക്കാടാ. ഇതവിടെ കണ്ട കോട. തിരിച്ചിറങ്ങുമ്പോഴും നല്ല തണുപ്പാണ്. ഇനി ഇവിടെ എല്ലാം നല്ല പച്ചപ്പും പരിതാപകരവും. കഴിഞ്ഞില്ലേ? വാ. ഫോണ് അതിനകത്താ. എന്തിനാ എടുക്കുന്നത്? വലിച്ചെടുക്കണ്ട, മഴ അടുത്ത പെയ്യുന്നുണ്ട്. ഫോട്ടോയാ ഞാൻ എടുത്തുതരാം, ഇതിനകത്ത് എടുത്തുതരാം. ഇതിലെടുത്തോ. വാ. ഇവിടെ അങ്ങനെ തോന്നുന്നില്ല, ഇവിടെ ഇങ്ങനെ കാണും. അവിടെയൊക്കെ എന്തോടാ അവിടെ കയറുന്നത്? ആളുകളൊക്കെ ഇതുവഴി ചുറ്റി അങ്ങനെ കയറി ഇതുവഴിയൊക്കെ കയറാം. കയറണമെന്ന് വെച്ചാൽ എന്തുവാ അത് ട്രക്കിങ്ങിൻ്റെ ആളും അല്ലാതൊക്കെ കയറാം. പക്ഷെ ഇപ്പം തന്നെ കിടക്കുമോ? ഞാൻ എങ്ങനെയൊക്കെ വന്നാലും ഞാൻ കയറത്തില്ല, എനിക്ക് പേടിയാണ്. ഞാനിവിടെ തുമ്പത്ത് വരെ വരും, തിരിച്ച് ചാടും. അപ്പുറത്തോട്ട് ഇവിടെ വരും, അപ്പുറത്തോട്ട് എടുക്കത്തില്ല, ഇങ്ങോട്ട് ഇതേ പോലല്ലേ. എനിക്ക് പേടിയാ. നല്ല രസമുണ്ട്. അങ്ങ് തുമ്പത്ത് പോലെ അതിന് വണ്ടിയോടിരിക്കുന്നു. ഞങ്ങളിതേ അപ്പം ഇവിടുത്തെ യാസിനെ എന്തെങ്കിലും പറയണ്ടോ സബ്സ്ക്രൈബേഴ്സിനോട്? സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. നമുക്കിതേ അപ്പം ഇവിടുന്ന് നമുക്ക് തിരിച്ചു പോകുന്ന അതാ വാഗമണ്ണ് പോകണാടാ? എങ്ങനെയാ പറ. വാഗമണ്ണോ? എന്തുവാ നിന്റെ അഭിപ്രായം? എങ്ങനെ വാഗമണ്ണ് പോകണോ അതാ തിരിച്ച് വീട്ടിലോട്ട് പോകാനാ? തിരിച്ചു പോകാല്ലേ? എന്നെ വണ്ടി എടുക്കാൻ പറ്റത്തില്ലെന്ന്? ഓ ചളി പറഞ്ഞ അവന് എടുക്കാൻ പറ്റത്തില്ലെന്ന് വണ്ടി. അതെന്താ എടുക്കാൻ പറ്റാത്ത? പൊക്ക് ഞാൻ പൊക്കുമല്ലോ. നീ കയറിയണ്ടല്ലേ ഞാൻ പൊക്കിയേന്. ചളി അടിക്കുമെന്നല്ല, ഞാൻ അവൻ പറഞ്ഞതിനൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തേ. പാവല്ലേ ഫോട്ടോ വെച്ച്. കേൾക്കാൻ പറ്റത്തില്ലല്ലോ. എന്തുവാടാ ഇതൊന്നും കേൾക്കാൻ പറ്റില്ല. നീ എന്തുവാ ഞാൻ പറയുന്നത് കേൾക്കുന്നത്? എന്തെങ്കിലും നീ കേൾക്കാറുണ്ടോ പറയുന്നത്? തിരിച്ചു പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടാന്ന് തോന്നുന്നു. തിരിച്ചു വാ. നമ്മളിതേ വണ്ടിയുടെ ഒരു വരുന്ന വീഡിയോ എടുക്കാൻ വേണ്ടി മേളിലോട്ട് ഓടി കയറും. അവൻ അങ്ങന്ന് വരുന്നതിൻ്റെ
ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ടോപ്പിലോട്ട് വരിക. നമുക്ക് വണ്ടി എടുക്കാം. വരട്ടെ എടുത്ത് വന്നതേ കോട മൂടി. വാ, ഇത് ഉണ്ണിക്കണ്ണം വരുന്നുണ്ടാ. എടാ ആള് കണ്ടോ, ഇടിയടിക്ക് വയ്യ. അവിടെ ഇല്ല. വന്നിടം കോട മൂടിയടാ. നമ്മൾ വന്നിടം കോട മൂടി കേട്ടോ. വണ്ടി എടുക്കും. മഴ പെയ്യുന്നു. ഇനി ഞാൻ ഫോണെടുത്ത് ഇതിനകത്തോട്ട് വെക്കട്ടെ. ഗ്ലാസ് ക്ലീൻ ചെയ്യടാ. എല്ലാം കാണാവോ? അകത്ത് ക്ലീൻ ചെയ്യും. ഇത് ഞങ്ങൾ നിന്നിടം ഇപ്പോൾ കോട മൂടിയണ്ട. ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് മേളോട്ട് ഇച്ചിരി കൂടെ മേളോട്ട് വരും. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഇവിടെ. നമുക്കത് വെറുതെ സെൽഫ് അടിച്ച് കളിക്കാടാ. വെച്ചെടുക്കാം. കളിക്കല്ലേ, അതിൻ്റെ ഇത് പോവും. കുഞ്ഞുകളിയാണെന്നാണോ വിചാരം? ബാ വിട്, വണ്ടി ഇട്. അയ്യോ, ആളെ കയറാണ്ട്. നില്ല്. ഇവിടെയും കോടയായി കണ്ടോ. അതെ, ആളുകളൊക്കെ കഴിക്കുന്ന ഒന്നും കാണാൻ പറ്റുന്നില്ല. വേണ്ട, ഇവിടെ മൊത്തം ആയി അസിനെ. ഇതൊക്കെ ആളുകളൊക്കെ ഉണ്ട്. തടുക്കട്ടെ. എല്ലാം വീണ്ടും മഴയായില്ലേ. വീണ്ടും മഴയും കോടയും വരുന്നു. ഞാൻ ഫോൺ എടുത്ത് വെക്കാം. നമ്മൾ അവിടുന്ന് തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മളെ തണുപ്പുണ്ട്, നല്ല രീതിക്ക് തണുപ്പുണ്ട്. വെള്ളം കയറിയിട്ട് ഹോൺ മാറി. ഹോൺ ഇങ്ങനെ അല്ലായിരുന്നു കാറിൻ്റെ. ഇപ്പൊ ഹോൺ അടിച്ചു വെച്ചാൽ ഇങ്ങനായി. ഇങ്ങനെ അല്ലായിരുന്നു. എൻ്റെ ഇങ്ങനെ അല്ല, സൗണ്ട് മാറി. മറ്റേ ഹോണായിരുന്നു, കാറിൻ്റെ പോലത്തെ സൗണ്ടായിരുന്നു. ഓഫായാണ്.